ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാടൻ അച്ചായതി. ഇന്നത്തെ വ്ലോഗ് നാട്ടിലെ നഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും പഠിച്ചിട്ട് 1 ഇയർ മിനിമം എക്സ്പീരിയൻസ് ഉള്ളവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഒരു ഫ്രണ്ടും അവരുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുത്തെ സാലറി, ബെനിഫിറ്റ്സ്, വർക്ക് കൾച്ചർ എല്ലാം അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോയിൻറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അതൊന്നും മിസ് ഔട്ട് ചെയ്യരുത്. അപ്പം അവസാനം വരെ കാണുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ. ഓക്കെ, താങ്ക് യു. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പം ഇതിന് മുന്നേ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഓരോരോ ത്രൂ ആണ് നഴ്സുമാർ വരുന്നത്, അവരുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരുന്ന ചെറിയ ഡിഫറൻസുകളും ഈ നമ്മുടെ ഫ്രണ്ടിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കൂടെ അല്ലാതെ അവസാനം ഞാൻ കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും, എന്നിരുന്നാൽ പോലും അറിയാൻ വയ്യാത്തവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാടൻ അച്ചായതി. സോ ഇന്നത്തെ വ്ളോഗ് ഇച്ചിരി ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. എൻ്റെ കൂടെ ഇന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടായ ലിസ്സാണ്. ലിസ് ഒരു നേഴ്സാണ്. ഇവിടെ ഇപ്പം ലിസ് എത്ര നാളായി ലിസ്? 4 വർഷമാകുന്നു. 4 വർഷമാകുന്നു. അപ്പം ലിസിൻ്റെ ഇവിടെ വന്ന പ്രൊസീജിയറും പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് എക്സ്പീരിയൻസും പിന്നെ വേറെ ഇവിടുത്തെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ലിസ് എങ്ങനെയാണ് ഇവിടെ വന്നത്? ഏത് പ്രോസസ്സിലൂടെയാണ് ഇവിടെ എത്തിയത്? ഓക്കെ, നൈസ് ക്വസ്റ്റ്യൻ. ഞാൻ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത് ആദ്യം. അതൊരു 10 മന്ത് സ്റ്റുഡൻറ്റ് പ്രോഗ്രാമായിരുന്നു. ബ്രിഡ്ജിങ് പ്രോഗ്രാമാണ്, നഴ്സിംഗ് ബ്രിഡ്ജിങ് പ്രോഗ്രാമായിരുന്നു. നമ്മളിപ്പോൾ ഏത് രാജ്യത്തിലേക്ക് പോകണമെങ്കിലും ആ രാജ്യത്തിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് എടുക്കണം, നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കണം. എന്നാലും നമുക്കൊരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നു. ഒരു 10 മാസത്തെ കോഴ്സായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പം നാട്ടിൽ നിന്ന് രജിസ്റ്റേർഡ് ആയിട്ടാണോ നമ്മൾ വരുന്നത്, അതോ ഇവിടുത്തെ ഈ കോഴ്സ് കഴിയുമ്പോഴാണ് നമ്മൾ രജിസ്റ്റേർഡ് ആണോ? ബെൽജിയം ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു വർക്ക് വിസം എന്നാണ് പറയുന്നത്. ഓരോ ജോബിനും അതിൻ്റെ വിസമുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് വിസം, അതായത് ഇവിടുത്തെ രജിസ്ട്രേഷൻ ആണ്. ബെൽജിയം നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷനാണ് വർക്ക് വിസം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഈ സ്റ്റുഡൻറ്റ് വിസയിലായിട്ട് വരാൻ വേണ്ടിയിട്ടായിട്ട് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടായിരുന്നോ? അതായത് എലിജിബിലിറ്റി ഇന്നത് വേണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് വേണമായിരുന്നു. ഓക്കെ, മിനിമം 1 ഇയറെങ്കിലും എക്സ്പീരിയൻസ് നമുക്ക് വേണം. അതിപ്പോൾ ഏതെങ്കിലും ഒരു ഫീൽഡ് ആയാൽ മതി. ഇപ്പം കാർഡിയോളജിയോ നെഫ്രോളജിയോ ഏതാണോ നമ്മുടെ ഫീൽഡ് ആയാലും കുഴപ്പമില്ല. ഏതൊരു ഫീൽഡ് നമുക്ക് എക്സ്പീരിയൻസ് വേണം. പ്ലസ് നമുക്ക് ലാംഗ്വേജിൻ്റെ ഒരു ബേസിക് ലെവൽ അറിഞ്ഞിരിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് തന്നെ ലാംഗ്വേജ് ചെറുതായിട്ട് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. മീൻസ് കൊണ്ടുവന്ന ഏജൻസി ത്രൂ നിങ്ങൾക്കൊരു ട്രെയിനിങ് അങ്ങനെയൊന്നുമല്ല? അല്ല, ഏജൻസി ത്രൂ ആണ് നമുക്ക് ട്രെയിനിങ് കിട്ടുന്നത്. ലാംഗ്വേജ് നാട്ടിൽ നിന്ന് നമുക്ക് അവർ പറയാം, നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ലാംഗ്വേജ് പഠിക്കുന്നത്. അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ABC അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ളത്. അപ്പോൾ നാട്ടിൽ നിന്നേ തുടങ്ങി നമ്മൾ കുറേ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പ്രൊജക്ട് സബ്മിഷൻ, അതായത് നമ്മൾ അവിടെ ഒരു പ്രൊജക്ട് ചെയ്യണമായിരുന്നു. സൈക്കാട്രി ആൻഡ് ജീഡിയാട്രി കെയറിലുള്ള നഴ്സിംഗ് കെയറിനെ പറ്റിയുള്ള ഒരു അസൈൻമെന്റ്സ്, കെയർ പ്ലാൻ പോലെയുള്ള കുറച്ച് സംഭവങ്ങൾ, കേസുകൾ നമ്മൾ അസസ് ചെയ്ത് അത് എഴുതണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ വരുന്നു. ഇവിടെ നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുവാണ്. നമുക്ക് കോളേജ് അഡ്മിഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ അക്കോമഡേഷൻ, ഫുഡിൻ്റെ ചിലവുകളുണ്ടായിരുന്നു. ട്യൂഷൻ ഫീസ് ഫ്രീ ആണ്. പക്ഷേ അക്കോമഡേഷൻ, ഫുഡിൻ്റെ പൈസ നമ്മൾ നേരത്തെ കോളേജിൽ അടയ്ക്കണമായിരുന്നു. ആ ഒരു എമൗണ്ട് നമ്മൾ അടച്ചു. അതിനുശേഷം നമ്മൾ കോളേജിലെ കോഴ്സ് ബ്രിഡ്ജിങ് പ്രോഗ്രാം പ്ലസ് ലാംഗ്വേജ് ട്രെയിനിങ് ഇങ്ങോട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒരു 10 months ആണ് ഈ ഓവറോൾ കോഴ്സ്. അലോങ് വിത്ത് ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ ലാംഗ്വേജും നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജിനെ B1 B2 ലെവൽ വരെ നിങ്ങൾക്ക് ട്രെയിനിങ് തരുമോ? B1 ലെവൽ വരെ നമുക്ക് ട്രെയിനിങ് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോഴ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു, നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമായിരുന്നു?
ഒരു സപ്പോർട്ടായിട്ട് ഫിനാൻഷ്യൽ മീൻസ് ആയിട്ട്? ഫിനാൻഷ്യൽ മീൻസ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞങ്ങളെ കൊണ്ടുവന്ന ഒരു ഏജന്റ് ആക്ച്വലി അവരൊരു സർവീസിങ് ആണ് ചെയ്യുന്നത്. അവർ ത്രൂ ആണ് നമ്മൾക്കൊരു കെയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നമ്മൾ ആദ്യം കയറുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് കെയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് നമ്മൾ കയറുകയാണ്. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. അതിൽ നമ്മൾ ലാംഗ്വേജ് അവർ അസസ് ചെയ്യും. നമ്മൾ വരുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ പേഷ്യന്റ് പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് അവർ നമ്മളൊരു കെയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഇവിടെ വന്നപ്പം ആ ഒരു എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് തന്നെ ഫസ്റ്റ് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ട് ജോലി റെഡിയായി. അപ്പം അത് നമുക്ക് ഓൾറെഡി സെറ്റായി. അപ്പം അത് നാട്ടിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ ക്ലിയർ ആയോ, അത് ഇവിടെ വന്നിട്ടായിരുന്നു? ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന് സ്റ്റുഡന്റ് ആയി ഇവിടെ കുറച്ച് നാൾ പഠിച്ച് 2-3 മാസം പഠിച്ചതിന് ശേഷമാണ് കെയർ അസിസ്റ്റന്റ് ജോബിലേക്ക് നമ്മൾ കയറുന്നത്. ഓക്കെ, അപ്പം കെയർ അസിസ്റ്റന്റ് ജോബ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ കോഴ്സും കൂടെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. നമ്മൾ വീക്കെൻഡുകളിലാണ് കെയർ അസിസ്റ്റന്റ് ജോബിന് പോകുന്നത്. ബാക്കി ദിവസം നമ്മൾ ഫുൾ ടൈം ക്ലാസ്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് പ്ലസ് ജിം പ്രോഗ്രാം പ്ലസ് ലാംഗ്വേജ് ക്ലാസ്, പിന്നെ കെയർ അസിസ്റ്റന്റ് ജോബ് വീക്കെൻഡിൽ അവർക്ക് തിരക്കുള്ളപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പോകുന്നു. അല്ലാതെ നമുക്കതൊരു കോൺട്രാക്ട് ബേസിലുള്ള മന്ത്ലി ഉള്ള അല്ലെങ്കിൽ റെഗുലർ ജോബ് അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം എത്രയായിരുന്നു ഒരു സ്റ്റൈപ്പൻഡ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? അത് നമുക്കിപ്പോൾ 20 hours per week ഒരു മാസം ഫുള്ള് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടാക്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എത്രയാണോ 1200-1300 യൂറോ ഉണ്ട്. പിന്നെ വെക്കേഷൻ ടൈമിലാണ് നമ്മൾ പോകുന്നത്. എല്ലാ ദിവസവും ഡ്യൂട്ടി ഇടാറുണ്ട്. 2200-2400 യൂറോ നമുക്ക് പെർ മന്ത് കിട്ടുമായിരുന്നു കെയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള സമയത്ത്. ഓക്കെ, അപ്പം നമുക്ക് അക്കോമഡേഷൻ, അപ്പൊ നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പൊ ഇവിടെ വന്ന സമയത്ത് അക്കോമഡേഷൻ എങ്ങനെയായിരുന്നു? നിങ്ങൾ തന്നെ ചെയ്യുമായിരുന്നു അതോ ഈ ഒരു അത് നമ്മൾ ആക്ച്വലി ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. കോളേജ് ത്രൂ പിന്നെ നമ്മൾ പറഞ്ഞ ഏജന്റ് അവർ സർവീസിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ ത്രൂ ആണ് നമുക്ക് അക്കോമഡേഷൻ കാര്യങ്ങളും എല്ലാം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് സെപ്പറേറ്റ്, അപ്പോൾ നമുക്കൊരു പ്രൈവസി ആയിട്ടാണ് അത് ഷെയർഡ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആയിരുന്നു? അതായത് നമുക്ക് കിട്ടുന്ന അപ്പാർട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു അത്? ഹോസ്റ്റൽ പോലെയല്ല, അപ്പാർട്ട്മെന്റ്സ് നമുക്ക് മാത്രമുള്ള അപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, അപ്പോൾ 10 months കഴിയുമ്പോഴത്തേക്കിന് എങ്ങനെയായിരുന്നു അതിന്റെ പ്രോസസ്സ്? അതായത് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ഉണ്ടോ? ഇത് എക്സാം ഉണ്ട് ലാസ്റ്റ്? ഓക്കെ, അത് ലാസ്റ്റ് അല്ല, നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് എക്സാമുകളും അസസ്മെന്റും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷൻ നമ്മൾ ഹോസ്പിറ്റൽ നഴ്സിംഗ് ഹോമുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ അവിടെ നമ്മൾ അസസ് ചെയ്യാനായിട്ട് സ്കൂളിൽ നിന്ന് മെന്റേഴ്സ് റെഗുലർ ആയിട്ട് വരും. അവരുടെ കൂടെ നമ്മളൊരു 1 day വർക്ക് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് നല്ല 3-4 പേഷ്യൻ്റ് നമ്മൾ എടുക്കുന്നു. ഇവരുടെ നമ്മൾ ആ ഒരു ഫുൾ ഡേ പേഷ്യൻ്റ് കെയർ നമ്മുടെ ഒപ്പം ഈ മെന്ററും കൂടെ നിന്ന് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു അസസ്മെന്റ് നടത്തുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഒരു സ്കോർ ഇട്ടാണ് പോകുന്നത്. ലാസ്റ്റ് ഒരു ഫൈനൽ എക്സാം നാട്ടിൽ ചെന്നാൽ ഒരു വർഷാവസാന പരീക്ഷ അങ്ങനെയല്ല, ഓവറോൾ നമ്മൾ നോക്കുന്നു. പ്ലസ് ലാസ്റ്റ് ഒരു ഫൈനൽ എക്സാമും ഒരു അസസ്മെന്റ് സ്റ്റേജും ഉണ്ട്. അത് ആദ്യത്തേല് അസസ്മെന്റ് തൊട്ടുള്ള സ്കോറുകൾ ഇവർ കണക്ക് കൂട്ടുന്നുണ്ട് അതിലേക്ക്. നമ്മുടെ ഈ നാട്ടിലെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ വാലിഡ് ആവണോ എന്നുള്ളൊരു ക്രോസ് ചെക്ക് നടത്താറുണ്ടോ? അതോ നമുക്ക് ഇവിടെ വന്ന് ഈ 10 മാസത്തേക്ക് കഴിയുമ്പോഴത്തേക്കിന് HBO5 അതാണല്ലേ കിട്ടുന്നത്? ഓക്കെ, അപ്പോൾ ആ കൊടുത്തിട്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻ വാലിഡ് ആണോ എന്നുള്ള ക്രോസ് ചെക്ക് നടത്താറുണ്ടോ? അത് ചെക്ക് ചെയ്തതിന് ശേഷമാണല്ലോ നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. അത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അത് കിട്ടുന്നത്. ഓക്കെ, കാരണം നഴ്സാണോ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളെല്ലാം ഓൾറെഡി അസസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. ആക്ച്വലി നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ചെക്ക് ചെയ്ത് ഈ കോഴ്സ് കഴിയുമ്പോഴാണ് നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ തന്നെ നമുക്ക് എന്നാ പറയുന്നത് കെയർ ഹോം ഡയറക്റ്റ് കെയർ ഹോമിലേക്കാണോ അതോ ഹോസ്പിറ്റലിലേക്കാണോ നിങ്ങൾക്ക്? നമുക്ക് ചൂസ് ചെയ്യാം. അത് നമുക്ക് ചോയ്സ് ആണ്. ഓക്കെ ഓക്കെ, പിന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഇവിടെ ഒരു 10 months പഠിച്ചത്. അപ്പം എലിസിന്റെ എക്സ്പീരിയൻസ് എന്താണ്? ആക്ച്വലി നല്ല എഡ്യൂക്കേഷനാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ എനിക്കിപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു ഹോം കെയർ ചെയ്തതാണ്. കാരണം നമ്മൾ നാട്ടിലെ എഡ്യൂക്കേഷൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇച്ചിരി റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് കിട്ടുന്നത്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആണ്. പക്ഷേ അത് നമ്മൾ ഫ്രണ്ട്ലി ആണെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഇവരത് മുഖത്ത് നോക്കി തന്നെ പറയും. അപ്പോൾ ആദ്യം അതൊരു ബുദ്ധിമുട്ടാണ്. ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതെ, ഓഫ്കോഴ്സ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാമിലി റീയൂണിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഫാമിലി നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ എത്ര നാളാണ്
യൂഷ്വലി ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് നഴ്സായി ജോലി തുടങ്ങി, അപ്പം ഇത്ര നാൾ കഴിയുമ്പോഴാണോ അതിനൊരു ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? ഒരു ഫാമിലിയെ കൊണ്ടുവരാൻ ഒരു നഴ്സ് ഇവിടെ ജോലി ചെയ്യുമ്പോഴത്തേക്കിന് അത് ഇത്ര മാത്രം വേണം, അല്ലെങ്കിൽ ഇത്ര ശമ്പളം വേണം, അല്ലെങ്കിൽ ഇത്ര അങ്ങനത്തെ വല്ല ക്രൈറ്റീരിയാസ് ഉണ്ടോ? കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ അവർ കൊണ്ടുപോകുന്നത് നമ്മൾ സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേബിളായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫാമിലിക്കുള്ള പേപ്പർ വയ്ക്കാം. നമുക്ക് ഇവിടെ ഒരു ഫിക്സ്ഡ് കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പാർട്ട്മെന്റുകൾ എടുത്തു, അതിനുശേഷം നമുക്ക് എനിക്ക് ഫാമിലിക്കുള്ള പേപ്പർ വയ്ക്കാം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഒരു നഴ്സിന് ഒരു ഫ്രഷ് ഒരു 1 year എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടുള്ള ആളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ഏകദേശം എത്രയായിരിക്കും ഒരു പുതിയതായിട്ട് ഒരു 1 year എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ആവറേജ് എത്രയായിരിക്കും നമുക്ക് ശമ്പളം കിട്ടാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മാസം? ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓരോ ഇതാണ്. പക്ഷേ ബെൽജിയത്തിൽ ബേസിക് സാലറി എന്ന് പറയുന്നത് ഇപ്പോൾ 2000 ഉയർത്തിയിട്ടുണ്ട്. ഇപ്പം നഴ്സസിന് പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് വേറെ ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലി അലവൻസ് വരും, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ചെറിയൊരു ടാക്സ് റിഡക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്കൊരു ഫിക്സഡ് സാലറി ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്ക് വേറെ സാലറി ആയിരിക്കും കയ്യിൽ കിട്ടുന്നത്. നമുക്ക് ഇൻ ഹാൻഡ് കിട്ടുന്നത് ഇതിൽ നിന്നൊക്കെ ടാക്സ് റിഡക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ കുറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഏകദേശം ഒരു റേഞ്ച്, ഇപ്പം എത്ര വർഷം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ഏകദേശം ഒരു മാക്സിമം എത്ര അല്ലെങ്കിൽ ഒരു മിനിമം ഇത്ര ഏതൊക്കെ എക്സ്പെക്ട് ചെയ്യാം, ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ഒരു എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് പെർ ഇയർ നോക്കുവാണെങ്കിൽ 40,000 to 46,000 euros ആണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമുക്കതിനകത്ത് സൈക്കിളിന് വരുന്ന ആളാണെങ്കിൽ സൈക്കിൾ വർദ്ധനിങ് പെരെണ്ണത്തിൽ ഒരു ഏകദേശം ഒരു 42 to 46 വരും. പിന്നെ അത് സിംഗിൾ ആണെങ്കിൽ അതനുസരിച്ച് സാലറിക്ക് വേരിയേഷൻ വരും, പിള്ളേരുണ്ടെങ്കിൽ അതിന് വേരിയേഷൻ വരും, പിന്നെ കപ്പിൾസ് ഭാര്യ ഭർത്താവ് മാത്രമാണെങ്കിൽ അതിനൊരു വേരിയേഷൻ വരും. സോ ഗ്രോസ് ഏകദേശം ഇത്രയാണ് വരുന്നത്. പിന്നെ ബെനിഫിറ്റ്സിന് വരുന്നുള്ളൂ. ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പം ഏകദേശം എന്തൊക്കെയായിരിക്കും യൂഷ്വലി? ബെനിഫിറ്റ്സ് നമുക്ക് ഹോസ്പിറ്റൽ ഇൻഷുറൻസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം തന്നെ നമുക്ക് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് അവരാണ് പേ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി അല്ലാതെ ഇൻഷുറൻസ് മ്യൂച്വാലിറ്റി കാര്യങ്ങളൊക്കെ ബെൽജിയത്തിലെ നോർമൽ റൂളാണ്, നമ്മൾ ഓൾറെഡി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഫിക്സ് വെർദീനിങ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ സൈക്കിളിനാണ് പോകുന്നതെങ്കിൽ എത്ര കിലോമീറ്റേഴ്സ് ആണോ അതിനുള്ള ഒരു പേയ്മെൻറ്റ് വരും. പിന്നെ ഫുഡ് കാർഡ് ഉണ്ട്, എത്ര അവേഴ്സാണ് എത്ര ഡേയ്സ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിലിപ്പം ചിലർക്ക് 6 euros പെർ ഡേ ഉണ്ട്, ചിലർക്ക് 8 euros പെർ ഡേ ഉണ്ട്. ഇതൊന്നുമല്ലാതെ അവിടുത്തെ തന്നെ ഫുഡ് നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങിക്കാവുന്ന രീതിയിലുള്ള എക്സ്ട്രാ അത് സാലറിയിൽ നിന്ന് അഡീഷണൽ വരുന്ന ബെനിഫിറ്റ്സുകളാണിത്. ഇനിയിപ്പോൾ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് വരുന്നതെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ പേയ്മെൻറ്റും ഇവർ തന്നെയാണ് ചെയ്യുന്നത്, കവേർഡാണ്. പിന്നെ ബെനിഫിറ്റ്സുകൾ വെക്കേഷൻ 27 days പെയ്ഡ് ലീവ് ഉണ്ട്. പിന്നെ ആനുവൽ ഹോളിഡേയ്സ്, ആനുവൽ പബ്ലിക് ലീവുകൾ, പിന്നെ വെക്കേഷൻ ഹെൽഡ് എന്നും പറഞ്ഞിട്ട് നമുക്ക് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഇത്ര യൂറോസ് 1,700 euros 1,800 euros നമുക്ക് പേയ്മെന്റ് വരുന്നുണ്ട്. അത് പെർ ആനമാണോ അതോ പെർ ആനം അത്രയും നമുക്ക് ഇതിൽ? പിന്നെ യൂഷ്വലി ഇവിടുത്തെ ഡ്യൂട്ടി അവേഴ്സ് ഒക്കെ എങ്ങനെയാണ് പൊതുവേ? 38 hours പെർ വീക്ക് ആണ്. ഹോസ്പിറ്റൽ ലിസ്റ്റ് ആണെങ്കിൽ നേരത്തെ ഹോസ്പിറ്റലിന് മുന്നേ വേറെ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നഴ്സിംഗ് ഹോമിലെ വർക്കിംഗ് അവേഴ്സും ഹോസ്പിറ്റലിലെ വർക്കിംഗ് അവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് 100% വർക്ക് ചെയ്ത ഒരാളുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 38 hours പെർ വീക്ക് ആണ്. നേരത്തെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് 8 hours പെർ ഡേ, അതായത് 7.36 hours പെർ ഡേ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ 12 hour ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. സോ ഒരു 3 days പെർ വീക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ 12 hourൽ 38 ഏകദേശം കവറാം. പിന്നെ 2 hours റെസ്റ്റ് വരുന്നത്, അത് നമ്മൾ ആ മന്തിലെ ഏതെങ്കിലും ഒരു വീക്കിൽ 4 days ഡ്യൂട്ടി കഴിയുമ്പോൾ അത് കവറാണ്. അപ്പം നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് 5 ദിവസവും പോകേണ്ടി വരുന്നുണ്ട്. 5 ദിവസം പോകുന്നതിൽ നമ്മൾ ഈ ഒരു അവേഴ്സിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഇത്ര നേരം ഇത്ര ദിവസം നമുക്ക് എക്സ്ട്രാ ആയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ നമുക്കൊരു PR കിട്ടുന്നിടം വരെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ലിമിറ്റഡ് അവേഴ്സ് ഉണ്ട്, അതിലേ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്ട്രാ ഡ്യൂട്ടീസ് ഒന്നും നിലവിൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ ഈ ഓവർ ടൈം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരാം, പക്ഷെ അത് പെയ്ഡ് ആക്കിയെടുക്കുന്നവരുണ്ട്. പക്ഷെ എനിക്കൊന്ന് ഇൻ ഫ്യൂച്ചർ നമ്മൾ പേപ്പർ വർക്കിനൊക്കെ അത് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഓവർ ടൈം ചെയ്തിട്ട് നമ്മളത് ലീവ് ആക്കിയെടുത്ത്, അതായത് വേറെ ഏതെങ്കിലും തിരക്ക് കുറവുള്ള ദിവസം നമുക്ക് ലീവ് ആക്കി വേണമെങ്കിൽ എടുക്കാം. ഇവിടുത്തെ
വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കൊളീഗ്സുമായിട്ടുള്ളത്? അപ്പം ഈ നമുക്കൊരു പ്രൊമോഷന് ചാൻസ് ഉണ്ടോ? അത് ലോക്കലൈറ്റ്സിനാണോ ഇവർക്ക് മുൻതൂക്കം കൊടുക്കുന്നത്? നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുത്താലും അങ്ങനത്തെ ഒരു പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് നമ്മൾ പറയുന്ന റേസിസമാണ്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പേഴ്സണലി പറയാം. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ടാർഗറ്റ് നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് അതെങ്ങനെ പേഷ്യൻസിന് വരെ നമ്മൾ നോക്കുന്നു, നമ്മുടെ ഡ്യൂട്ടി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത കൊളീഗിനോട് ഹെൽപ്പ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി. ഇൻ കേസ് എൻ്റെ വർക്ക് തീർന്നില്ല, അവരുടെ വർക്ക് നേരത്തെ തീർന്നു, അവർ നമ്മുടെ അടുത്ത് വന്ന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു ഫ്രണ്ട്ലി കൊളീഗൽ അറ്റ്മോസ്ഫിയറാണ് നമുക്ക് വർക്ക് പ്ലേസിലുള്ളത്. ആക്ച്വലി ഇവിടെ ഒരു കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു പ്ലേസാണ്. കാരണം നമുക്ക് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പം നമ്മൾ 38 hours പെർ വീക്ക് ഒന്ന് വർക്ക് ചെയ്തു, അതിനുശേഷം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പോകണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം നമുക്കുണ്ട്. ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം തന്നെ, അതായത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് ഈ വരുന്ന കോൺഗ്രസ്സുകൾ, പിന്നെ സെമിനാറുകൾ, ഇൻ സർവീസിങ് എഡ്യൂക്കേഷനുകൾ, പിന്നെ ഓരോ കോഴ്സുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇവർ തന്നെ നമ്മളോട് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത് അതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റുമാണ്. അപ്പൊ നമുക്കൊരു കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന നാട്ടില് ഇൻ സർവീസ് എഡ്യൂക്കേഷനുകളൊക്കെ ഉണ്ട്, പക്ഷെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു ഗ്രോത്തിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫർദർ എഡ്യൂക്കേഷൻ താല്പര്യം, ഇപ്പം മാസ്റ്റേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റു കോഴ്സുകളും കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അവർ 4 years ബാക്കാണ്, പറഞ്ഞതുപോലെ തന്നെ 4 years ബാക്കാണ് അവരിവിടെ വന്നത്. അപ്പം ഈ ഓരോരോയുടെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതിലൂടെയാണ് അവർ പഠിച്ചതും ട്രെയിനിങ് നടന്നതും റിക്രൂട്ടഡ് ആയതും രജിസ്റ്റേർഡ് നഴ്സായി തീർന്നതും. അപ്പോൾ ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. പക്ഷേ ഓൺലി ഡിഫറൻസ് ടൈം ഡിഫറൻസ് ആണ്. അന്നത്തെ സമയത്ത് ഓവറോൾ കോഴ്സ് 10 months കൊണ്ട് തീർന്നായിരുന്നു. ഇപ്പോൾ 6 months to 1 year ആണ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമിലർ തന്നെയാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ട്രെയിനിങ് രീതികളും പിന്നെ പ്രൊജക്ട് സബ്മിഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏജൻസി ത്രൂ ഇപ്പോൾ കുറേ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വെറുതെ ഏജൻസി ഫീ ഒന്നും പേ ചെയ്യാതെ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഓഫ് കേരളയുടെ സെൻട്രൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ODEPC. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും. ODEPC ത്രൂ ആണ് ഓറോറ പ്രൊജക്റ്റിലൂടെ നഴ്സുമാർ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളിത് ഓൺലൈനിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇൻപുട്ട് ചെയ്യുക, നിങ്ങളെ സ്ക്രീൻ ചെയ്യും ഈ ODEPC. എന്നിട്ട് സ്ക്രീനിങ്ങിൽ ത്രൂ സെലക്റ്റഡ് ആയിട്ടുള്ള നഴ്സുമാരെ ബാക്കിയുള്ള സെലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ODEPC സെലക്ട് ചെയ്യും എലിജിബിൾ ആയിട്ടുള്ള നഴ്സുമാരെ. എന്നിട്ട് സെക്കൻഡ് പ്രോസസ്സ് എന്ന് വെച്ചാൽ സൈക്കോളജി ടെസ്റ്റാണ്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് എംപ്ലോയ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ IVV നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതും കൂടെ ക്ലിയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡച്ച് കോഴ്സിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അത് 2.1 പോയിൻറ്റ് ഏൺ ചെയ്തിരിക്കണം, അല്ല 2.1 ലെവല് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ബൈ ദ മന്ത് ഓഫ് സെപ്റ്റംബർ. ഈ ലാംഗ്വേജ് കോഴ്സ് ജൂലൈയിലാണ്, എവറി ഇയർ ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ ആകുമ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റ് ആവും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ സ്ക്രീനിങ് ഉണ്ട്. അപ്പം അതെല്ലാം ക്ലിയർ ആയിട്ട് ഫൈനലായിട്ടാണ് നിങ്ങൾ ലാംഗ്വേജ് 2.1 എത്തുന്നത്. അപ്പോൾ 2.1 വരെ എത്തി ക്ലിയർ ആയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഓരോരോ പ്രൊജക്റ്റ് ത്രൂ ഇവിടെ പഠിക്കാൻ വരാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ആ പഠിത്തം പിന്നെ ഈ ഓൺലൈൻ ഇൻഫർമേഷൻ ഇൻപുട്ട് ചെയ്യുക, ഈ ODEPC ത്രൂ ആയിട്ടുള്ള ഈ സെലക്ഷൻ പ്രോസസ്സ് കൂടാതെ നിങ്ങളുടെ ഇന്ത്യയിൽ നിന്നും എടുത്തിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നഴ്സിംഗ് സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ ഓൺലൈനിൽ NARIC എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, നമ്മുടെ റെക്കഗ്നിഷൻ ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ സ്റ്റഡീസുമായിട്ട് സിമിലർ ആണോ അതിൻ്റെ ലെവൽ കൺസിഡർ ചെയ്യുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണത്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് അതിൽ ത്രൂ സബ്മിറ്റ് ചെയ്തിട്ട് അവർ ചെക്ക് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കിട്ടും, റെക്കഗ്നൈസ്ഡ് ആണോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്തിരിക്കണം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അതും നിങ്ങൾ റെഡി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് ഈ ലാംഗ്വേജ് കോഴ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ 6 months
എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ആ ഒരു കോഴ്സ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ബെൽജിയത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിനകത്തുണ്ട്, ODEPCയുടെ ലിങ്കിനകത്തുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റായിട്ട് കുറച്ച് എമൗണ്ട് കിട്ടും. നാട്ടിൽ കൊച്ചിയിലാണ് ഈ ലാംഗ്വേജ് ട്രെയിനിങ് നടക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റായിട്ട് എമൗണ്ട് കിട്ടും. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞ പോലെ ഒരു 1 or 2 months കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഒരു കെയർ ഹോമിൽ പാർട്ട് ടൈമായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ആദ്യമേ തന്നെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കെയർ ഹോമിൽ നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം. അപ്പം വർക്കും പഠിത്തവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പം അത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റായിട്ട് കുറച്ച് എമൗണ്ട് കിട്ടും. അതും എത്രയായി കിട്ടുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ആ താഴെ കൊടുത്തിരുന്ന ODEPCയുടെ ലിങ്കിനകത്ത് നിങ്ങൾ കയറി അറിയാം. സാലറി ബ്രേക്ക് ഡൗൺ. അപ്പം നിങ്ങൾ സാലറി ബ്രേക്ക് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും 6 months നിങ്ങൾ പഠിക്കുമ്പോൾ എത്രമാത്രം കിട്ടും, ലാംഗ്വേജ് പഠിക്കുമ്പോൾ എത്രമാത്രം കിട്ടും, പിന്നെ ഇവിടെ ട്രെയിനിങ് നടക്കുമ്പോൾ എത്രമാത്രം കിട്ടും, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് എത്രമാത്രം സാലറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ബെനിഫിറ്റ്സ് കൂടാതെ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ത്രൂ നാടൻ അച്ചായത്തി ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഫ്രണ്ട് ലിസിൻ്റെ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ എന്നാൽ കഴിയുന്ന വിധം ഞാൻ മാക്സിമം ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഷെയർ വിത്ത് യുവർ ലവ്ഡ് വൺസ്. ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും എല്ലാവർക്കും. സ്റ്റേ ട്യൂൺഡ്, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. Okay, bye. With lots of love, Nadana Chaiti signing off from Belgium.